അറ്റ്ലാന്റിക് സമുദ്രം മുതൽ പസഫിക് സമുദ്രം വരെ നീണ്ടുകിടക്കുന്ന ഒരു രാജ്യം സങ്കല്പിച്ചു നോക്കൂ. ലോകത്തിന്റെ രാഷ്ട്രീയം, സമ്പദ് വ്യവസ്ഥ, സംസ്കാരം എന്നിവയെ രൂപപ്പെടുത്താൻ കഴിയുന്നത്ര ശക്തമായൊരു രാജ്യം. അതെ, നമ്മൾ സംസാരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ കുറിച്ചാണ്. ഇന്ന് നമുക്ക് അമേരിക്കയുടെ കുറച്ച് വിശേഷങ്ങളിലൂടെ ഒന്ന് കടന്നുപോയാലോ? വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് അമേരിക്കയെ കുറിച്ചുള്ള ടോപ്പ് 10 ഫാക്ട്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ ഫാക്ട് നോക്കാം. ന്യൂയോർക്ക് ഹാർബറിൽ തല ഉയർത്തി നിൽക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്വാതന്ത്ര്യത്തിന്റെ സിംബലാണ്. എന്നാൽ രസകരമായ ഒരു കാര്യം എന്തെന്നാൽ 1885 ഫ്രാൻസിൽ നിന്ന് കിട്ടിയ ഒരു സമ്മാനമായിരുന്നു ഈ പ്രതിമ. അമേരിക്കൻ വിപ്ലവകാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഖ്യം ആഘോഷിക്കാനായി നൽകിയതാണിത്. ഫ്രാൻസിൽ നിർമ്മിച്ച ഇത് പല കഷണങ്ങളായി അമേരിക്കയിലേക്ക് കയറ്റി അയക്കുകയും പിന്നീട് ഒരു പസിൽ പോലെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുകയായിരുന്നു. രണ്ടാമത്തെ ഫാക്ട് നോക്കാം. നമ്മുടെയൊക്കെ മനസ്സിൽ അമേരിക്ക എന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രാജ്യമെന്നാണല്ലോ. എന്നാൽ ഫെഡറൽ തലത്തിൽ ഇവിടെ ഔദ്യോഗിക ഭാഷയില്ല. അതായത് അവിടുത്തെ ഔദ്യോഗിക ഭാഷ അല്ല ഇംഗ്ലീഷ്. ഇംഗ്ലീഷാണ് അവിടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ എന്ന് മാത്രം. സ്പാനിഷ് രണ്ടാം സ്ഥാനത്തുമുണ്ട്. ന്യൂയോർക്ക് മുതൽ ലോസ് ഏഞ്ചലസ് വരെ നീളുന്ന സംസ്കാരങ്ങളുടെ കലവറയായ ഇവിടെ 300-ലധികം ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഫാക്ട് നോക്കാം. ഇന്ന് നമ്മൾ കാണുന്ന അമേരിക്കൻ പതാക ഒരു കൗമാരക്കാരൻ രൂപകൽപ്പന ചെയ്തതാണെന്ന് നിങ്ങൾക്കറിയാമോ? റോബർട്ട് ജി റെഫ്റ്റ് ഒരു സ്കൂൾ പ്രോജക്റ്റിന് വേണ്ടി ഇത് നിർമ്മിച്ചപ്പോൾ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന്റെ അധ്യാപകൻ ആദ്യം ഈ വർക്കിന് വെറും B- ആണ് നൽകിയത്. എന്നാൽ പിന്നീട് അലാസ്കയും ഹവായിയും സംസ്ഥാനങ്ങളായി മാറിയപ്പോൾ ഈ ഡിസൈൻ ഔദ്യോഗിക പതാകയായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇപ്പോൾ പതാകയിൽ കോളനികളെ റെപ്രസെന്റ് ചെയ്യുന്ന 13 വരകളും സംസ്ഥാനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന 50 നക്ഷത്രങ്ങളുമുണ്ട്. നാലാമത്തെ ഫാക്ട് നോക്കാം. അമേരിക്കയിലെ മൊണ്ടാന, നോർത്ത് ഡക്കോട്ട, അയോവ തുടങ്ങിയ ചില സംസ്ഥാനങ്ങളിൽ മനുഷ്യരെക്കാൾ കൂടുതൽ പശുക്കളുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ മേയാൻ അനുയോജ്യമായ വിശാലമായ തുറസായ സ്ഥലങ്ങളുണ്ട്. അത് പശു വളർത്തലിന് അനുയോജ്യമാകുന്നു. അടുത്ത ഫാക്ട് നോക്കാം. 1867 US വെറും $7.2 മില്യൺ റഷ്യയിൽ നിന്ന് അലാസ്കയെ സ്വന്തമാക്കിയത്. സ്റ്റേറ്റ് സെക്രട്ടറി വില്യം H. സീവാർഡ് ഈ പർച്ചേസ് നടത്തിയതിന് ആളുകൾ പരിഹസിക്കുകയും സീവാർഡ്സ് ഐസ് ബോക്സ് എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അലാസ്ക എണ്ണ, സ്വർണം, മത്സ്യം തുടങ്ങിയ ബിസിനസ്സുകളാൽ സമ്പന്നമായി മാറുകയായിരുന്നു. അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യത്തിനും വന്യജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് അലാസ്ക. ആറാമത്തെ ഫാക്ട് നോക്കാം. ഫാസ്റ്റ് ഫുഡിനോടുള്ള ഇഷ്ടത്തിന് പേരുകേട്ട ഇവിടം നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലും മുൻപന്തിയിലാണ്. US മുതിർന്നവരിൽ 3-1 പൊണ്ണത്തടിയുള്ളവരാണ്. ഇവിടെ നടക്കുന്ന ഓരോ 4-1 മരണത്തിനും കാരണം ഹൃദ്രോഗമാണ്. അടുത്ത ഫാക്ട് നോക്കാം. കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും US ലോകത്തിലെ ഏറ്റവും വലിയ കൊക്കൈൻ കൺസ്യൂമറാണ്. ഇതിൽ ഭൂരിഭാഗവും കൊളംബിയയിൽ നിന്നും കടത്തുന്നതാണ്. ഇത് ഇരു രാജ്യങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ്. മയക്കുമരുന്ന് കടത്തിനെതിരായ ആഗോള പോരാട്ടത്തെയും ഇത് എടുത്തു കാണിക്കുന്നു. എട്ടാമത്തെ ഫാക്ട് നോക്കാം. ലോകത്തെ ഏറ്റവും മികച്ച പല കണ്ടുപിടുത്തങ്ങളും അമേരിക്കയുടെ സംഭാവനകളാണ്. തോമസ് ആൽവ എഡിസന്റെ കണ്ടുപിടുത്തമായ ബൾബ്, റൈറ്റ് ബ്രദേഴ്സിന്റെ എയ്റോപ്ലെയിൻ, ഇന്റർനെറ്റ്, പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നിങ്ങനെ ഇന്ന് നമ്മൾ ആശ്രയിക്കുന്ന പലതിനും തുടക്കം കുറിച്ചത് അമേരിക്കയിൽ നിന്നാണ്. അടുത്ത ഫാക്ട് നോക്കാം. ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ചുഴലിക്കാറ്റുകൾ അമേരിക്ക അനുഭവിക്കുന്നുണ്ട്. അതായത് ഓരോ വർഷവും 1000-ലധികം ചുഴലിക്കാറ്റുകളാണ് ഇവിടെ വീശുന്നത്. ഒക്ലഹോമ, ടെക്സാസ്, കാൻസാസ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ ശക്തമായ കൊടുങ്കാറ്റുകൾ ഏറ്റവും സാധാരണമായ ടൊർണാഡോ വാലിയുടെ ഭാഗമാണ്. ഇവിടെയുള്ള വിപുലമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒട്ടേറെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. അവസാനത്തെ ഫാക്ട് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമസേന മാത്രമല്ല, ആണവോർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന പദവിയും അമേരിക്കയ്ക്കുണ്ട്. ഏകദേശം 5500 വിമാനങ്ങളുമായി US മറ്റേതൊരു രാജ്യത്തെയും പോലെ വ്യോമസേന ആധിപത്യം പുലർത്തുന്നുണ്ട്. ഇവിടെ 90-ലധികം ന്യൂക്ലിയർ റിയാക്ടറുകൾ രാഷ്ട്രത്തിന് ഊർജം പകരാൻ സഹായിക്കുന്നുണ്ട്. ഈ സൈനിക ശക്തിയുടെയും ഊർജ ശക്തിയുടെയും സംയോജനമാണ് അമേരിക്കയെ ഒരു വലിയ ശക്തിയാക്കുന്നത്.
അപ്പോ ഇതൊക്കെയാണ് അമേരിക്കയെക്കുറിച്ചുള്ള ടോപ്പ് 10 ഫാക്ട്സ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി മുതൽ അതിന്റെ സമാനതകളില്ലാത്ത വ്യോമസേനയും ആണവ ശക്തിയും വരെ നീളുന്ന US വിസ്മയങ്ങൾ നിറഞ്ഞൊരു നാടാണ്. ഇതിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഫാക്ട് ഏതാണെന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.